ഹലോ എല്ലാവർക്കും സയൻസ് ബുക്കിലെ 9ാം ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ദ്രവബലങ്ങൾ അഥവാ ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ് എന്ന നമ്മുടെ ഒന്നാമത്തെ ഫിസിക്സ് ചാപ്റ്ററിലെ ആദ്യത്തെ കുറച്ച് കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഡെൻസിറ്റി എന്താണ്, ഡെൻസിറ്റിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബോയൻസി അഥവാ പ്ലവക്ഷമബലം എന്താണെന്നാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ട് ആക്ടിവിറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു, രണ്ട് പ്രവർത്തനങ്ങൾ പറഞ്ഞു തന്നിരുന്നു. അതിലൊന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തെ പറ്റിയായിരുന്നു അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ അത് ചെയ്ത് നോക്കിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏതൊരു കാര്യമാണെങ്കിലും സയൻസിൽ നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ പഠിക്കുകയെന്നുണ്ടെങ്കിൽ അത് ഒരു ആക്ടിവിറ്റിയിലൂടെ പഠിക്കുക എന്നാണ് ഏറ്റവും നല്ലത്. ഒരു ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ആണ് സയൻസ് പഠിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത്. കാരണം നമ്മൾ അനുഭവത്തിലൂടെയാണ് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും അത് വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ അതിൽ നമുക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ അവിടെ പറയാം. ഇപ്പോൾ നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോൾ അപ്പോൾ ഈ ബക്കറ്റ് കിണറ്റിനടിയിൽ മൊത്തമായിട്ട് മുങ്ങിക്കിടക്കുന്ന സമയത്ത് നമുക്കത് വളരെ എളുപ്പത്തിൽ അത് ഉയർത്താൻ സാധിക്കും. കയർ ഉപയോഗിച്ച് നമുക്ക് ഉയർത്താൻ സാധിക്കും. എന്നാൽ ഈ ബക്കറ്റ് നിറഞ്ഞു കിടക്കുന്ന ഈ ബക്കറ്റ് ജലത്തിൻ്റെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കതിന് ആ ബക്കറ്റിൻ്റെ മുൻപുണ്ടായിരുന്നതിനേക്കാൾ ബക്കറ്റ് ജലത്തിനടിയിലുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഭാരം ഉണ്ടായതുപോലെ നമുക്ക് തോന്നും. അപ്പോൾ ഇത് നമുക്ക് തോന്നലാണ്. ജലത്തിനടിയിലിരിക്കുമ്പോൾ ബക്കറ്റിന് ഭാരക്കുറവ് അനുഭവപ്പെടുകയും എന്നാൽ ജലത്തിൽ നിന്ന് ഉയരുന്ന സമയത്ത് ബക്കറ്റിന് ഭാരം കൂടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും അല്ലേ. അപ്പോൾ ഇതിൻ്റെ കാരണമാണ് നമ്മളിനി പറയാൻ പോകുന്നത്. സത്യത്തിലെന്ന് പറഞ്ഞാൽ ആ ബക്കറ്റിൻ്റെ യഥാർത്ഥ ഭാരം എന്ന് പറയുന്നത് അത് ജലത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് എത്തിയതിന് ശേഷമുള്ള ഭാരമാണ്. ആ ബക്കറ്റിൻ്റെ യഥാർത്ഥ ഭാരം എന്ന് പറയുന്നത് ആ ബക്കറ്റ് ജലത്തിൻ്റെ ഉപരിതലത്തിന് മുകളിലേക്ക് ഉയർന്നതിന് ശേഷം നമുക്ക് അനുഭവപ്പെട്ട ഭാരമാണ് ആ ബക്കറ്റിൻ്റെ യഥാർത്ഥ ഭാരം. എന്നാൽ ജലത്തിൻ്റെ അടിത്തട്ടിൽ ആ ബക്കറ്റിന് ഭാരക്കുറവ് അനുഭവപ്പെട്ടു. അതൊരു അനുഭവപ്പെടുന്ന നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. ഒരിക്കലും അതിന് ഭാരം കുറയുന്നില്ല അവിടെ, പക്ഷെ നമുക്ക് ഭാരക്കുറവ് അനുഭവപ്പെടുകയാണ്. എന്തുകൊണ്ട് അനുഭവപ്പെട്ടു? കാരണം ആ ബക്കറ്റിനെ മുകളിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി ജലം ആ ബക്കറ്റിൽ ഒരു ബലം പ്രയോഗിക്കണം. എങ്ങോട്ടാണ് ആ ബലം പ്രയോഗിക്കുന്നത്? മുകളിലോട്ടായിട്ടാണ് ആ ജലം ആ ബക്കറ്റിൽ ബലം പ്രയോഗിക്കുന്നത്. അപ്പോൾ ജലത്തിനടിയിൽ കിടക്കുന്ന ബക്കറ്റിൽ ജലം മുകളിലേക്ക് ഒരു ബലം പ്രയോഗിച്ചു. ആ ബലം ആ ബക്കറ്റിൽ അനുഭവപ്പെട്ടത് കൊണ്ടാണ് ബക്കറ്റിൽ ഭാരക്കുറവ് നമുക്ക് ഫീൽ ചെയ്തത് അഥവാ അനുഭവപ്പെട്ടത് അല്ലേ. കുറച്ച് വെയിറ്റ് കുറഞ്ഞതുപോലെ നമുക്ക് ഫീൽ ചെയ്യാൻ കാരണം ആ ബക്കറ്റ് ജലത്തിനടിയിൽ ഇരിക്കുന്ന സമയത്ത്, മുങ്ങിയിരിക്കുന്ന സമയത്ത് വാട്ടർ ഒരു ഫോഴ്സ് മുകളിലേക്ക് അപ്ലൈ ചെയ്തു. ആ ബക്കറ്റിന് മുകളിലേക്ക് ഒരു അപ്വേർഡ് ഡയറക്ഷൻ ഒരു അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഈ വാട്ടർ ഒരു ഫോഴ്സ് ഈ ബക്കറ്റിൽ അപ്ലൈ ചെയ്തു. അതുകൊണ്ടാണ് നമുക്ക് അവിടെ വെയിറ്റ് കുറഞ്ഞതായിട്ട് നമുക്ക് ഫീൽ ചെയ്തത്. ഇതേപോലെ രണ്ടാമത്തെ ഒരു ആക്ടിവിറ്റി ഞാൻ പറഞ്ഞു തന്നിരുന്നു. രണ്ടാമത്തെ ആക്ടിവിറ്റി ചെയ്തു തന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ബക്കറ്റ് എടുത്തു. ആ ബക്കറ്റിൽ അല്പം വാട്ടർ എടുത്തിട്ട് ആ വാട്ടറിലേക്ക് ഒരു ബോട്ടിൽ ഒന്നും ഇല്ലാത്ത ഒരു അടച്ചു വെച്ചൊരു ബോട്ടിൽ നന്നായിട്ട് താഴ്ത്തി. അപ്പോൾ ആ ബോട്ടിൽ സ്വാഭാവികമായിട്ടും ജലത്തിലേക്ക് താഴ്ന്നു പോവും. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ ആ ബോട്ടിൽ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് മുഖേനയാണ് ആ ബോട്ടിൽ താഴ്ന്ന് പോകുന്നത്. എന്നാൽ നമ്മൾ ആ താഴെ എത്തിയതിന് ശേഷം നമ്മുടെ കൈ പിൻവലിച്ചപ്പോൾ എന്താ ഉണ്ടായത്? ആ ബോട്ടിൽ താനെ മുകളിലേക്ക് പൊങ്ങി വന്നു, അത് ഫ്ലോട്ട് ചെയ്തു അല്ലേ. എന്തുകൊണ്ടാണ് ആ ബോട്ടിൽ താഴെ നിന്ന് മുകളിലേക്ക് വന്നത്? അതിനുള്ള ബലം എവിടെ നിന്നാണ് ആ ബോട്ടിൽ ലഭിച്ചത്? ആ ബലം ലഭിക്കാൻ കാരണം ആ ബോട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആക്ടിവിറ്റിയിൽ പറഞ്ഞതുപോലെ ആ ബോട്ടിലിൻ്റെ മുകളിൽ ആ ബക്കറ്റിലുള്ള ജലം ഒരു ബലം പ്രയോഗിച്ചിട്ടുണ്ടാവാം അല്ലേ. ആ ബോട്ടിൽ മുകളിലേക്ക് പോകണമെങ്കിൽ ജലം എങ്ങോട്ടായിരിക്കും ആ ബലം പ്രയോഗിച്ചിട്ടുണ്ടാവുക? മുകളിലേക്കായിരിക്കും അല്ലേ. ആ ബോട്ടിൽ
മുകളിൽ ജലം മുകൾ ഭാഗത്തേക്കായിട്ട് അപ്വേർഡ് ഡയറക്ഷനിലേക്കായിട്ട് ഒരു ഫോഴ്സ് ആ ബോട്ടിൽ ജലം പ്രയോഗിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ആ ബോട്ടിൽ മുകളിലേക്ക് വന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് വേറെയും ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു കല്ല് അടിയിൽ നിന്ന് ഒരു വലിയൊരു കല്ല് നമ്മൾ ജലത്തിൻ്റെ അടിയിൽ നമ്മൾ പൊക്കുകയാണ്. അപ്പോൾ പൊക്കുന്ന സമയത്ത് നമുക്ക് ആ കല്ലിന് നല്ല ഭാരം കുറഞ്ഞതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. അതിന് ശരിയായ ഭാരം നമുക്ക് അനുഭവപ്പെടില്ല. എന്നാൽ ആ ജലത്തിൻ്റെ ഉപരിതലത്തിന് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ ജലത്തിൽ നിന്ന് കല്ല് ഉയർത്തുമ്പോൾ നമുക്ക് വളരെ ഭാരം കൂടിയതുപോലെ തോന്നും ജലത്തിൻ്റെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ. എന്തുകൊണ്ടായിരിക്കും? ജലത്തിൻ്റെ അടിയിലാവുമ്പോൾ നമുക്ക് ആ കല്ലിന് ഭാരം കുറഞ്ഞതായിട്ട് അനുഭവപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഭാരം കുറയുന്നൊന്നുമില്ല. കല്ലിൻ്റെ ഭാരം അവിടെ യഥാർത്ഥത്തിൽ കുറയുന്നൊന്നുമില്ല, നമുക്ക് അനുഭവപ്പെടുകയാണ്. എന്തുകൊണ്ടായിരിക്കും? ആ കല്ലിൽ ജലം മുകളിലേക്കായിട്ട് ഒരു ബലം കൊടുക്കുന്നു. അപ്വേർഡ് ഡയറക്ഷനിലായിട്ട് ആ വാട്ടർ ഒരു ഫോഴ്സ് ആ കല്ലിൽ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ഫോഴ്സിനെയാണ് നമ്മൾ ബോയിൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്, അഥവാ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. അപ്പോൾ ബോയിൻ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡ് ആക്ട് ചെയ്യുന്നൊരു ഫോഴ്സാണ്. ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. ഇപ്പോൾ ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. ആ ഒബ്ജക്റ്റ് ഒരിക്കലും വാട്ടറിൻ്റെ ഔട്ടറിലിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു വാട്ടറിൻ്റെ ആ ദ്രാവകത്തിൻ്റെ പുറമേ ഇരിക്കുന്ന സമയത്ത് ഒരിക്കലും ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടോ? ഇല്ല, അല്ലേ? അതായത് ആ ദ്രവത്തിൽ വസ്തു ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിക്കിടക്കുമ്പോൾ മാത്രമാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, ആ വസ്തുവിൽ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ ആ ദ്രവത്തിൽ ആക്ട് ചെയ്യുന്നൊരു ഫോഴ്സാണ്. ഏത് ഡയറക്ഷനിലാണ് ആ ഫോഴ്സ് ആക്ട് ചെയ്യുക? അപ്വേർഡ് ഡയറക്ഷൻ, മുകളിലോട്ടായിട്ട്, അല്ലേ? മുകളിലോട്ടായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സാണ് ബോയിൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. നമുക്കത് വേറെ രീതിയിലും പറയാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ബക്കറ്റ് എടുത്തു, ആ ബക്കറ്റിൽ ഒരു കല്ലുണ്ട്. ആ കല്ല് എന്തായാലും ബക്കറ്റിലിട്ട് കഴിഞ്ഞാൽ കല്ല് താഴേക്ക് വരും, അല്ലേ? എന്തുകൊണ്ടാണ്? കാരണം ആ കല്ലിന് ഒരു ഭാരമുണ്ട്, അല്ലേ? ഒരു വെയിറ്റ് ഉണ്ട്. അതുമാത്രമല്ല, ആ കല്ലിനെ നമ്മുടെ ഭൂമി ആകർഷിക്കുന്നുണ്ട്, അഥവാ ആ കല്ലിൽ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അല്ലേ? ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കല്ല് എന്തായാലും താഴേക്ക് വരും. അപ്പോൾ ആ ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എങ്ങനെയാണ്? ഡൗൺവേർഡ് ഡയറക്ഷനാണ്, അല്ലേ? ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കാണ് എല്ലായ്പ്പോഴും ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുക. എന്നാൽ ബോയിൻ്റ് ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യുക? അപ്വേർഡ് ഡയറക്ഷൻ, അതായത് ഓപ്പോസിറ്റ് ടു ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ ബോയിൻ്റ് ഫോഴ്സ് എല്ലായ്പ്പോഴും ആക്ട് ചെയ്യുക ഓപ്പോസിറ്റ് ടു ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ഭൂഗുരുത്വാകർഷണ ബലത്തിന് എതിരായിട്ടാണ് എല്ലായ്പ്പോഴും ബോയിൻ്റ് ഫോഴ്സ് അഥവാ പ്ലവക്ഷമ ബലം അനുഭവപ്പെടുക ഒരു വസ്തുവിൽ. അപ്പോൾ നമുക്ക് നിർവചനത്തെ ഇങ്ങനെ പറയാൻ പറ്റും: ഭാഗികമായോ പൂർണ്ണമായോ ഒരു വസ്തു ഒരു ദ്രവത്തിൽ മുങ്ങിക്കിടക്കുന്ന സമയത്ത് ഭൂഗുരുത്വാകർഷണ ബലത്തിനെതിരായി ആ വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലമാണ് പ്ലവക്ഷമ ബലം അഥവാ ബോയിൻ്റ് ഫോഴ്സ്, അല്ലേ? ഈ ബലം അനുഭവപ്പെട്ടതുകൊണ്ട് ആ വസ്തുവിന് എന്താ ഉണ്ടാവുക? ആ വസ്തുവിന് ഭാരം കുറഞ്ഞതുപോലെ തോന്നും, അല്ലേ? അതായത് ആ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് കുറഞ്ഞതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഫീൽ ചെയ്യാൻ കാരണം ആ വസ്തുവിലൊരു ബോയിൻ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ്, അഥവാ പ്ലവക്ഷമ ബലം അനുഭവപ്പെടുന്നതുകൊണ്ടാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ലിക്വിഡിൽ പാർഷ്യലായോ ഫുള്ളി ആയോ ഇമ്മേഴ്സ്ഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റിൽ ഈ ബോയിൻ്റ് ഫോഴ്സ് ആക്ട് ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ആ ബോയിൻ്റ് ഫോഴ്സ് നമുക്ക്
എങ്ങനെ മെഷർ ചെയ്യാം എന്നാണ് പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് നമുക്ക് ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ബോയിൻ ഫോഴ്സ് മെഷർ ചെയ്യാൻ സാധിക്കുക? അപ്പം അതിനെപ്പറ്റി പഠിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. നമുക്കറിയാം, എല്ലാ വസ്തുക്കൾക്കും ഒരു വെയിറ്റ് ഉണ്ടായിരിക്കും. മാസും ഉണ്ട്, വെയിറ്റും ഉണ്ട്. മാസും വെയിറ്റും എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നുമല്ല, ഒരു സബ്സ്റ്റൻസിൻ്റെ എമൗണ്ടാണ്. ഒരു ഒബ്ജക്റ്റിലെ സബ്സ്റ്റൻസിൻ്റെ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക, മാസ് എന്ന് പറയാം. എന്നാൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആക്ട് ഓൺ ഇറ്റ്. അതായത് ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ അളവിനെയാണ് നമ്മളെന്ത് പറയാം, അതിൻ്റെ വെയിറ്റ് എന്ന് പറയാം. അപ്പോൾ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ഒരു ഒബ്ജക്റ്റിൽ എത്രത്തോളം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടോ അതിനാണ് ആ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് എന്ന് പറയാം. അതുപോലെ മാസ് എന്ന് പറഞ്ഞാൽ അതിൽ അടങ്ങിയിട്ടുള്ള എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ്. പദാർത്ഥത്തിൻ്റെ അളവിനെയാണ് നമ്മളെന്ത് പറയുക, മാസ് എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റിന് നമ്മൾ സാധാരണ കൊടുക്കുന്നത് കിലോഗ്രാം, ഗ്രാം, അല്ലേ, അങ്ങനെയുള്ള മില്ലിഗ്രാം, അങ്ങനെയുള്ള ഒരുപാട് യൂണിറ്റുകളാണ് നമ്മൾ സാധാരണ വെയിറ്റിനും മാസിനും നമ്മൾ കൊടുക്കാറുള്ളത്. എന്നാൽ നമ്മളിവിടെ ഒരു ഒബ്ജക്റ്റിന് നമുക്ക് ശരിക്കും ന്യൂട്ടൺ എന്ന ഒരു യൂണിറ്റ് കൊടുക്കാം. കാരണം ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതാണ്, ന്യൂട്ടൺ എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ യൂണിറ്റാണ്. ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ്, അതാണ് ന്യൂട്ടൺ. അങ്ങനെ ഫോഴ്സിനെ പറ്റി കൂടുതൽ കണ്ടെത്തിയതും പ്രസ്താവിച്ചതൊക്കെ സർ ഐസക് ന്യൂട്ടനാണ്. പലതരത്തിലുള്ള ബലങ്ങളെ പറ്റി അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ അതുകൊണ്ടാണ് ഫോഴ്സിന് നമ്മൾ ന്യൂട്ടൺ എന്നൊരു യൂണിറ്റ് കൊടുത്തത്. ക്യാപിറ്റൽ ലെറ്റർ N വെച്ചാണ് നമ്മളത് സൂചിപ്പിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞുള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ ന്യൂട്ടൺ ആണ് ഫോഴ്സിൻ്റെ യൂണിറ്റ്. അപ്പോൾ നമ്മൾ ഈ വെയിറ്റിനും നമ്മളിവിടെ കൊടുക്കുന്ന യൂണിറ്റ് ന്യൂട്ടനാണ്. എന്തുകൊണ്ടാണ് വെയിറ്റിന് നമ്മൾ ന്യൂട്ടൺ എന്ന യൂണിറ്റ് കൊടുക്കുന്നത്? വെയിറ്റ് എന്ന്, ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞത്, ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റിൽ അനുഭവപ്പെടുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ എമൗണ്ടാണ്. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ അളവിനെയാണ് നമ്മളെന്ത് പറയാം, യഥാർത്ഥത്തിൽ വെയിറ്റ് എന്ന് പറയാം. ഭാരം, അല്ലേ, ഒരു പദാർത്ഥത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത് ആ വസ്തുവിൽ അനുഭവപ്പെടുന്ന ഭൂഗുരുത്വാകർഷണ ബലത്തിൻ്റെ അളവിനെയാണ്. അപ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ സബ്സ്റ്റൻസ്. അതായത് ഒരു വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത് അതിലനുഭവപ്പെടുന്ന ഭൂഗുരുത്വാകർഷണ ബലത്തിന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ബലം തന്നെയാണ് എന്തും ഭാരവും. വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലം തന്നെയാണ് ഇതിൻ്റെ ഭാരവും. അതുകൊണ്ടാണ് നമ്മൾ ഭാരത്തിന് ന്യൂട്ടൺ എന്നൊരു യൂണിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ബോയിൻ ഫോഴ്സ്, അല്ലേ, ബോയിൻ ഫോഴ്സ് മെഷർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം അളക്കുന്ന സമയത്ത് നമ്മൾ ഭാരത്തിന്, വസ്തുവിൻ്റെ ഭാരത്തിന് പലപ്പോഴും കൊടുക്കുക ന്യൂട്ടൺ എന്ന യൂണിറ്റ് ആയിരിക്കും. അതിന് കാരണം ഞാനിപ്പോൾ ഈ പറഞ്ഞ സംഭവമാണ്. പ്ലവക്ഷമ ബലം അളക്കുന്നതിന് വേണ്ടി, അഥവാ ബോയൻസി അളക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നൊരു ഉപകരണമാണ് സ്പ്രിംഗ് ബാലൻസ് അഥവാ സ്പ്രിംഗ് ബാലൻസ് കാലിബ്രേറ്റഡ്. ഈ സ്പ്രിംഗ് ബാലൻസ് കാലിബ്രേറ്ററിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ ഇതേപോലൊരു വെയിറ്റ് ഹാങ് ചെയ്ത് വയ്ക്കും, അഥവാ തൂക്കിയിടും. അപ്പോൾ അതിനനുസരിച്ചുള്ള ആ ബോഡി വെയ്റ്റിനനുസരിച്ചുള്ള ഒരു മെഷർമെൻറ്റ്, അതൊരളവ് നമുക്ക് മുകൾ ഭാഗത്തെ സ്കെയിലിൽ നമുക്ക് ലഭിക്കും. ആ അളവ് എല്ലായ്പ്പോഴും ന്യൂട്ടൺ എന്ന യൂണിറ്റിലായിരിക്കും നമ്മൾ കണക്കാക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ സ്പ്രിംഗ് ബാലൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്ലവക്ഷമ ബലം അഥവാ ബോയൻസി അളക്കുന്നത്. പ്ലവക്ഷമ ബലം അഥവാ ബോയൻസി അളക്കാൻ വേണ്ടി നമുക്ക് സ്പ്രിംഗ് ബാലൻസ് പോലെ തന്നെ ഒരു വസ്തു ആവശ്യമാണ്. അപ്പോൾ നമ്മളൊരു വസ്തു എടുക്കുകയാണ്. ഒരു ഉദാഹരണത്തിന് ഒരു കല്ലെടുത്തിട്ടുണ്ട് ഇവിടെ. ആ കല്ലിനെ ഇവിടെ കാണിച്ച പോലെ സ്പ്രിംഗ് ബാലൻസിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമ്മൾ കെട്ടിത്തൂക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഈ വസ്തു ഇപ്പോൾ നിൽക്കുന്നത് എയറിലാണ്. നമ്മളിപ്പോൾ ഈ വസ്തുവിൻ്റെ ഭാരം കണക്കാക്കുന്നത് എയറിലുള്ള അഥവാ വായുവിലുള്ള ഈ വസ്തുവിൻ്റെ ഭാരമാണ്. ഒരു വസ്തു വായുവിൽ നിൽക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഭാരം നമുക്ക് ലഭിക്കുക. അതായത് എയറിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റാണ് അതിൻ്റെ ആക്ച്വൽ വെയിറ്റ് അഥവാ യഥാർത്ഥ ഭാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ വസ്തുവിൻ്റെ വെയിറ്റ് നമ്മളിപ്പോൾ സ്പ്രിംഗ് ബാലൻസ് വെച്ച് നമ്മൾ കണക്കാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വെയിറ്റ് എന്ന് പറയുന്നത് ഈ വസ്തുവിൻ്റെ ആക്ച്വൽ വെയിറ്റ് ആയിരിക്കും, യഥാർത്ഥ ഭാരമായിരിക്കും.
അപ്പോൾ ഈ വസ്തുവിൻ്റെ വായുവിലുള്ള അഥവാ എയറിലുള്ള വെയിറ്റ് കണ്ടതിന് ശേഷം, ഭാരം കണ്ടതിന് ശേഷം പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഇതേ വസ്തുവിനെ, ഇതേ ഒബ്ജക്റ്റിനെ ഒരു പാത്രത്തിൽ, ഒരു ബീക്കറിൽ ഇതുപോലെ ജലമെടുത്തിട്ട് ആ വാട്ടറിൽ നമ്മൾ അതിനെ ഫുള്ളി പാർഷ്യലി ഇമ്മേഴ്സ് ചെയ്യുക അഥവാ ഇറക്കി വയ്ക്കുക. ഭാഗികമായോ പൂർണ്ണമായോ ആ കല്ല് നമ്മൾ ആ ജലത്തിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുക. എന്നിട്ട് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ജലത്തിൽ ആ വസ്തു കിടക്കുമ്പോൾ ഉള്ള ഭാരം നമ്മൾ ഇതുപോലെ സ്പ്രിംഗ് ബാലൻസ് വെച്ച് കണക്കാക്കുക. ഇപ്പോൾ നമുക്കിവിടെ 2 തരത്തിലുള്ള ഭാരങ്ങളാണ്, വെയിറ്റാണ് നമുക്കിവിടെ ഒബ്ജക്റ്റിൻ്റെത് അഥവാ വസ്തുവിൻ്റെ നമുക്ക് ലഭിച്ചത്. ഒന്ന് ഒബ്ജക്റ്റ് എയറിലുള്ളപ്പോൾ ഉള്ള വെയിറ്റാണ് അഥവാ ആക്ച്വൽ വെയിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു അതാണ് അതിൻ്റെ യഥാർത്ഥ ഭാരം. വായുവിൽ സ്ഥിതി ചെയ്യുമ്പോഴുള്ള ഭാരമാണ് യഥാർത്ഥ ഭാരം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റിൻ്റെ ആക്ച്വൽ വെയിറ്റ് അഥവാ എയറിലുള്ള വെയിറ്റ് കിട്ടി. അതുപോലെ തന്നെ ഇതേ ഒബ്ജക്റ്റിനെ അഥവാ ഇതേ വസ്തുവിനെ നമ്മൾ വാട്ടറിൽ ഫുള്ളി ഓർ പാർഷ്യലി ഇമ്മേഴ്സ് ചെയ്തു. എന്നിട്ട് നമ്മൾ അതിൻ്റെ വെയിറ്റ് കണ്ടെത്തി. അപ്പോൾ 2 തരത്തിലുള്ള വെയിറ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഒന്ന് എയറിലുള്ള വെയിറ്റ് അഥവാ വായുവിലുള്ള വെയിറ്റ്, ഭാരം. ഇനി രണ്ടാമത്തത് ജലത്തിൽ ഉള്ള ഭാരം അഥവാ ജലത്തിൽ കിടന്നപ്പോൾ ഉള്ള ഭാരം. ഇനി നമുക്ക് ഇവിടെ കിട്ടിയ 2 വെയിറ്റും നമ്മൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ, അതായത് താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ 2 വെയിറ്റും ഈക്വൽ ആയിരിക്കുമോ? ഒരിക്കലും അല്ല അല്ലേ? ഒരിക്കലും 2 വെയിറ്റും ഈക്വൽ ആവില്ല. എയറിലുള്ള വെയിറ്റും വാട്ടറിലുള്ള വെയിറ്റും ഒരിക്കലും രണ്ടും ഈക്വൽ ആയില്ല. ഏതായിരിക്കും കുറച്ച് കൂടുതലുണ്ടാവുക? അതായത് എയറിലുള്ള വെയിറ്റ് ആയിരിക്കും കുറച്ച് കൂടുതലുണ്ടാവുക, വാട്ടറിൽ അതിന് വെയിറ്റ് കുറവായിരിക്കും ഒബ്ജക്റ്റിന്. എന്താണെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 വെയിറ്റ് എടുക്കുകയാണ്. ഇപ്പോൾ എയറിൽ എനിക്ക് കിട്ടിയ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 30 ന്യൂട്ടനാണെന്ന് സങ്കല്പിക്കാം. അതുപോലെ വാട്ടറിൽ ഞാൻ അതിനെ ഇറക്കി വെച്ചപ്പോൾ അതിൻ്റെ വെയിറ്റ് കണ്ടപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു 25 ന്യൂട്ടനാണ്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു, വാട്ടറിൽ നമ്മൾ അതിൻ്റെ വെയിറ്റ് കണ്ടപ്പോൾ അതിൻ്റെ വെയിറ്റ് 30 ന്യൂട്ടനിൽ നിന്ന് 25 ആയിട്ട് കുറയാണ് ചെയ്തത് അല്ലേ? അത് ഡിക്രീസ് ചെയ്യണം, അതിൻ്റെ വെയിറ്റ് ഡിക്രീസ് ചെയ്തു, വെയിറ്റ് ലോസ് ചെയ്തോടെ. അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ വെയിറ്റ് ലോസ് എത്രയാണെന്നുള്ളത്, ഈ ഒബ്ജക്റ്റിനുണ്ടായ വെയിറ്റ് ലോസ്, ഭാരക്കുറവ് അഥവാ ഭാരനഷ്ടം എത്രയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതെങ്ങനെയാണ് കണക്കാക്കുക? വളരെ എളുപ്പമാണല്ലേ. വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ മതി. ഏതാണ് വലിയ അളവ്? വായുവിലുള്ള ഭാരമാണ് വലുത് അല്ലേ? വായുവിലുള്ള വെയിറ്റാണ് വലുത്. ഇനി കുറവ് നമുക്ക് ലഭിച്ച എവിടെയാണ്? വാട്ടറിലുള്ള വെയിറ്റാണ്. അപ്പോൾ വായുവിലെ വസ്തുവിൻ്റെ ഭാരത്തിനെ ജലത്തിലെ വസ്തുവിൻ്റെ ഭാരം കൊണ്ട് കുറച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പുതിയൊരു ഇക്വേഷൻ, ഈ വെയിറ്റ് ലോസ് കണ്ടെത്താനുള്ള ഒരു ഇക്വേഷൻ നമുക്കിവിടെ ഉണ്ടാക്കാം. ഇവിടെ നമുക്കറിയാം വായുവിലെ ഭാരം അഥവാ വെയിറ്റ് ഇൻ എയർ എന്ന് പറയുന്നത് 30 ന്യൂട്ടനാണ്. അതുപോലെ ജലത്തിലെ ഭാരം വെയിറ്റ് ഇൻ വാട്ടർ എന്ന് പറയുന്നത് 25 ന്യൂട്ടനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോസ് ഓഫ് വെയിറ്റ് അഥവാ ഭാരക്കുറവ് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും. 30 ന്യൂട്ടൺ മൈനസ് 25 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 5 ന്യൂട്ടൺ. അതായത് ജലത്തിലിരുന്നപ്പോൾ ആ വസ്തുവിന് അനുഭവപ്പെട്ട ഭാരക്കുറവ് എന്ന് പറയുന്നത് 5 ന്യൂട്ടനാണ്. ഈ ഭാരക്കുറവ് തന്നെയാണ് ജലത്തിൽ ഇരുന്ന സമയത്ത് ആ വസ്തുവിൽ അനുഭവപ്പെട്ട ബോയൻസി അഥവാ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു വസ്തുവിൻ്റെ പ്ലവക്ഷമ ബലം അളക്കുന്നത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ടാണെങ്കിലും ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇന്നൊരു ക്വസ്റ്റ്യൻ ഞാനിവിടെ ഇടുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക.